മധ്യ മ്യാൻമറിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവും തുടർ ഭൂചലനങ്ങളും ഉണ്ടായി. സാഗേം നഗരത്തിന് വടക്ക് പടിഞ്ഞാറായി 16 കിലോമീറ്റർ അകലെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:50 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം ഉണ്ടായതെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ പ്രസ്താവനയിൽ പറഞ്ഞു. 2 വ്യത്യസ്ത ഭൂകമ്പങ്ങൾക്ക് ശേഷം മ്യാൻമറിൽ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ജിയോളജിക്കൽ സർവേ പറഞ്ഞു. ഭൂകമ്പത്തിന്റെ പ്രകമ്പനം തായ്ലാന്റിലടക്കം അനുഭവപ്പെട്ടു. ലോകത്തെമ്പാടും നിന്നുള്ള വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്ന ബാങ്കോക്കിൽ അതിശക്തമായ പ്രകമ്പനമാണ് ഉണ്ടായത്. ബാങ്കോക്കിൽ ഭൂകമ്പത്തെ തുടർന്ന് കെട്ടിടം തകർന്നു വീണ് 2 പേർ മരിച്ചതായും 7 പേരെ രക്ഷപ്പെടുത്തിയതായും രക്ഷാപ്രവർത്തകർ അറിയിച്ചു. അമ്പരചുംബി കെട്ടിടം തകർന്ന് 43 തൊഴിലാളികളാണ് കെട്ടിടത്തിനടിയിൽ കുടുങ്ങിയിരുന്നത്. ഭൂകമ്പത്തെ തുടർന്ന് ബാങ്കോക്കിൽ തായ്ലാന്റ് പ്രധാനമന്ത്രി പീതോതാങ് ഷിനോവാത്ര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഭൂകമ്പത്തെ തുടർന്ന് തായ്ലാന്റിലെ എല്ലാ വ്യാപാര പ്രവർത്തനങ്ങളും ഉടനടി നിർത്തിവെച്ചതായി സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രഖ്യാപിച്ചു. ബംഗ്ലാദേശിലും ചൈനയിലും ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിലും ഭൂകമ്പത്തിന്റെ പ്രകമ്പനമുണ്ടായെന്നാണ് റിപ്പോർട്ട്. അതിശക്തമായ ഭൂചലനമായതിനാൽ വൻതോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാമെന്നാണ് വിലയിരുത്തൽ. പാലങ്ങളും കെട്ടിടങ്ങളും തകർന്നു വീണതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. മ്യാൻമറിൽ ഭൂകമ്പങ്ങൾ താരതമ്യേന സാധാരണമാണ്. 1930നും 1956നും ഇടയിൽ രാജ്യത്തുടനീളം വടക്കുനിന്ന് തെക്കോട്ട് വ്യാപിക്കുന്ന സാഗേങ് ഫാൾട്ടിന് സമീപം 7.0 തീവ്രതയോ അതിൽ കൂടുതലോ രേഖപ്പെടുത്തിയ 6 ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മധ്യ മ്യാൻമറിലെ പുരാതന തലസ്ഥാനമായ ബഗാനിൽ 2016-ലുണ്ടായ 6.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 3 പേർ മരിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെഗ്യാന ന്യൂസ്.